വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ശബരിമലയിലേക്ക് പുറപ്പെടുന്ന ഭക്തൻ 41 ദിവസത്തെ വ്രതം അനുഷ്ഠിക്കണമെന്നാണ് ചട്ടം. അതിരാവിലെ കുളിച്ച് ശുദ്ധിയായി കറുത്ത വസ്ത്രം ധരിച്ച് ശരണം വിളിയോടെ രുദ്രാക്ഷമാല ധരിക്കുന്നു. മാലയിൽ ശ്രീ ധർമ്മശാസ്താവിൻ്റെ ലോക്കറ്റും ഉണ്ടായിരിക്കും. വൃശ്ചികം 1 മുതൽ ധനു 11 വരെയാണ് ഒരു മണ്ഡലകാലം. ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പായി കെട്ടുനിറ അഥവാ കെട്ടുമുറുക്ക് എന്ന കർമ്മം അനുഷ്ഠിക്കണം. ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ സ്വാമിമാർ ഇരുമുടിക്കെട്ടു നിറയ്ക്കുന്നു. വീട്ടിൽ വെച്ചോ അടുത്ത ക്ഷേത്രത്തിൽ വെച്ചോ ആകാം കെട്ടുനിറ. നാളികേരം ഉടച്ച് പിന്തിരിഞ്ഞു നോക്കാതെ ശരണം വിളിയോടെ അയ്യപ്പന്മാർ യാത്ര പുറപ്പെടുന്നു. യാത്രക്കിടയിൽ പല ക്ഷേത്രങ്ങളിലും കയറി വഴിപാടുകൾ സമർപ്പിച്ചുകൊണ്ടായിരിക്കും യാത്ര. എരുമേലിയിൽ എത്തിയാൽ അവിടെ വെച്ച് പേട്ടതുള്ളൽ എന്ന ചടങ്ങ് നടത്തുന്നു. പേട്ടതുള്ളൽ കഴിഞ്ഞാൽ എരുമേലി ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള ജലാശയത്തിൽ സ്നാനം ചെയ്ത് ക്ഷേത്ര ദർശനം നടത്തി കാണിക്കയിട്ട് തൊഴുതു നാളികേരം എറിഞ്ഞ് കെട്ടുതാങ്ങി സ്വാമിയുടെ കോട്ടപ്പടി എന്ന സ്ഥാനം കടക്കുന്നു. വാവരുസ്വാമി നടയിലും തൊഴുത് പേരൂർ തോട് കടന്ന് കാളകെട്ടി വഴി പിന്നീട് അഴുതാ നദിയിലെ സ്നാനമാണ്. കന്നി അയ്യപ്പന്മാർ അഴുതയിൽ മുങ്ങി ഒരു കല്ലെടുത്ത് വസ്ത്രത്തിൻ്റെ തുമ്പിൽ കെട്ടിയിടണം. പിന്നീട് കല്ലിളാങ്കുന്നിലെത്തി ശേഖരിച്ച കല്ല് അവിടെ നിക്ഷേപിക്കുന്നു. മുക്കുഴിത്തീർത്ഥം കരികിലം തോടും കടന്ന് കരിമല കയറി വലിയാനവട്ടം ചെറിയാനവട്ടം കടന്ന് പിന്നീട് പമ്പാനദിക്കരയിൽ എത്തുന്നു. അവിടെ വെച്ച് പമ്പ വിളക്കൊരുക്കും. പമ്പാനദിയിൽ മുങ്ങിക്കുളിച്ച് പമ്പസദ്യ ഒരുക്കും. ഗുരുസ്വാമിക്കുള്ള ദക്ഷിണ അവിടെ വെച്ച് നൽകണം. പിന്നീടുള്ള യാത്ര മധ്യേ അപ്പാച്ചിക്കുഴിയും ഇപ്പാച്ചിക്കുഴിയും കാണാം. അവിടെ അരിയുണ്ടയും ശർക്കരയുണ്ടയും എറിയുന്നു. ശബരിപീഠം പിന്നീട് ശരംകുത്തിയിലെത്തി അവിടെ കന്നി അയ്യപ്പന്മാർ ശരക്കോൽ നിക്ഷേപിക്കുന്നു. തുടർന്ന് 18-ാം പടിക്ക് സമീപമെത്തുമ്പോൾ ഇരുമുടിക്കെട്ടഴിച്ച് ഒരു നാളികേരം അവിടെ കാണുന്ന കല്ലിൽ അടിക്കുന്നു. തുടർന്ന് 18-ാം പടി കയറി ക്ഷേത്രനടയിലെത്തി ഇരുമുടിക്കെട്ട് ഭഗവാനെ കാണിക്കുന്നു. നെയ്ത്തേങ്ങയിലെ നെയ്യ് ഒരു പാത്രത്തിലൊഴിച്ച് ഭഗവാന് അഭിഷേകം ചെയ്യാനായി കൊടുക്കുന്നു. മാളികപ്പുറത്തമ്മയെയും ഉപദേവതകളെയും തൊഴുത ശേഷം പ്രസാദം സ്വീകരിക്കുന്നു. സ്വാമി എന്ന തത്വത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. സ്വാകാരോച്ചാര മാത്രേണ സ്വകാരം ദീപ്യതേ മുഖേ മകരാന്ത ശിവം പ്രോക്തം ഈകാരം ശക്തിരൂപ്യതേ. സ്വാമി ശരണത്തിലെ സ്വ എന്ന പദം ഉച്ചരിക്കുന്ന മാത്രയിൽ പരബ്രഹ്മത്താൽ തിളങ്ങുന്ന ആത്മബോധം തീർത്ഥാടകത്തിൻ്റെ മുഖത്ത് പ്രതിഫലിക്കണം. മ സൂചിപ്പിക്കുന്നത് ശിവനെയും ഈ സൂചിപ്പിക്കുന്നത് ശക്തിയെയുമാണ്. രണ്ടും കൂടി ചേർന്ന് മി ആകുമ്പോൾ ശിവശക്തി സാധ്യമാകുന്നു. ശിവശക്തി മുൻപറഞ്ഞ സ്വയോടൊപ്പം ചേർന്ന് തീർത്ഥാടകനെ ആത്മസാക്ഷാത്കാരം നേടാൻ സഹായിക്കുന്നു. ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ഐക്യത്തെ സൂചിപ്പിക്കുന്നത് പോലെ സ്വത്വത്തിൻ്റെയും പരമാത്മാവിൻ്റെയും സാംഗത്വം ഈ ശബ്ദം സൂചിപ്പിക്കുന്നു. ശം ബീജം ശത്രുസംഹാരം രേഫം ജ്ഞാനാഗ്നിവാചകം നാകാരം സിദ്ധിതം ശാന്തം മുദ്ര വിനയം സാധനം. ശരണം എന്ന വാക്കിലെ ആദ്യാക്ഷരമായ ശ ഉച്ചാരണ മാത്രയിൽ തന്നെ ശത്രുവിനെ ഇല്ലാതാക്കുന്നതാണ്.
അഗ്നിയെ ജ്വലിപ്പിക്കുന്ന ര എന്ന അക്ഷരം ജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു. നം ശബ്ദം ഇതിനെല്ലാറ്റിനും ദൈവീകത കൈവരുത്തി ശാന്തി പ്രദാനം ചെയ്യുന്നു. മനുഷ്യനിൽ എളിമ വിരിയിക്കേണ്ട ഒരു സൂത്രവാക്യം കൂടിയാണിത്. 18-ാം പടി കയറുന്നവൻ വിനയമുള്ളവനായിരിക്കണം എന്നും അവൻ അഹങ്കാരത്തെ ഉപേക്ഷിച്ചവനുമായിരിക്കണം എന്നുള്ളതിൻ്റെ പൊരുളും ഇവിടെ വ്യക്തമാകുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് തത്വമസി എന്നാൽ എന്താണ് എന്നതിനെക്കുറിച്ചാണ്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തൻ ആദ്യം കാണുക തത്വമസി എന്ന സന്ദേശമാണ്. സാമവേദത്തിൻ്റെ സാരമായ ഈ സംസ്കൃത പദത്തിൻ്റെ അർത്ഥം തത് ത്വം അസി അഥവാ അത് നീ ആകുന്നു എന്നാണ്. നിങ്ങൾ ആരെയാണോ കാണാൻ വന്നിരിക്കുന്നത് അത് നിങ്ങൾ തന്നെയാണ്. അവനവൻ്റെ ഉള്ളിലെ പരമാത്മാവിനെയും പരമാത്മാ ബന്ധത്തെയും ഇവ സൂചിപ്പിക്കുന്നു. പന്തളം രാജാവ് ഭഗവാനെ ചാർത്താനായി പണി കഴിപ്പിച്ച സ്വർണ്ണാഭരണങ്ങളാണ് തിരുവാഭരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവ പന്തളത്ത് വലിയ കോയിക്കൽ ക്ഷേത്രത്തിന് സമീപത്തുള്ള സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. എല്ലാ വർഷവും ഈ തിരുവാഭരണങ്ങൾ ശബരിമലയിലേക്ക് ഘോഷയാത്രയായി കൊണ്ടുപോകുന്നു. കൊട്ടാരത്തിൽ നിന്നും വലിയ തമ്പുരാൻ നിർദ്ദേശിക്കുന്ന രാജപ്രതിനിധി തിരുവാഭരണത്തെ അനുഗമിക്കുന്നു. ധനുമാസം 28-ന് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്നും പുറപ്പെട്ട് മകരം 1-ാം തീയതി ശബരിമലയിൽ എത്തിച്ചേരുന്നു. 18-ാം പടിക്ക് മുകളിൽ വെച്ച് സ്വീകരിക്കുന്ന തിരുവാഭരണങ്ങൾ അന്ന് വൈകുന്നേരത്തെ ദീപാരാധനയ്ക്ക് ചാർത്തിയ ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്നു. അതോടെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നു. എന്നാൽ മണ്ഡലം 41-ന് ഉദിക്കുന്ന 2 നക്ഷത്രങ്ങളുടെ കാര്യം ഇതുവരെയും ആരും കാണാത്തത് വളരെ കഷ്ടം തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ മുന്നിലും പിന്നിലുമായിട്ടാണ് ഈ 2 നക്ഷത്രങ്ങൾ ഉദിക്കുന്നത്. 1-ാം പ്രളയത്തിൻ്റെ സമയത്ത് ഈ നക്ഷത്രങ്ങൾ ഏതാനും ദിവസങ്ങൾ തന്നെ ഉദിച്ചിരുന്നു. ഈ നക്ഷത്രത്തിൻ്റെ ഉദയത്തെ ആസ്പദമാക്കിയാണ് 10-ാം ഉദയം വേല നടക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് തങ്കയങ്കി രഥയാത്രയെക്കുറിച്ചാണ്. ശബരിമല ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനായി തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ 1973 നൽകിയ 420 പവൻ തൂക്കമുള്ള തങ്കയങ്കി മണ്ഡലം 41-നാണ് ഇത് ചാർത്തുന്നത്. അനുഷ്ഠാനത്തിൻ്റെ പുണ്യവുമായി തങ്കയങ്കി രഥയാത്ര ആറന്മുളയിൽ നിന്നാണ് 2 ദിവസം മുമ്പ് പുറപ്പെടുന്നത്. 18-ാം പടിയും കൊടിമരവും ശ്രീകോവിലും ഉൾപ്പെട്ട ശബരിമല ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ ഒരുക്കിയ രഥത്തിലാണ് തങ്കയങ്കി കൊണ്ടുപോകുന്നത്. കോടഞ്ചേരി കൊച്ചിരേത്ത് തങ്കപ്പനാചാരിക്കാണ് പതിവായി രഥം തെളിയിക്കാനുള്ള അവകാശം സിദ്ധിച്ചിട്ടുള്ളത്. സ്വന്തം ജീപ്പിൻ്റെ മുകൾ ഭാഗം അഴിച്ചുമാറ്റിയാണ് തങ്കപ്പനാചാരി രഥം തയ്യാർ ചെയ്തത്. രഥത്തിൽ കമനീയമായ ചിത്രപ്പണികളും പുലിക്കൂട്ടങ്ങളുമായി മണികണ്ഠൻ പന്തളം കൊട്ടാരത്തിൽ പ്രവേശിക്കുന്ന രംഗവും എല്ലാം ഇതിലുണ്ട്. ആദ്യകാലത്ത് കോട്ടയത്ത് നിന്നും ഹംസരഥം കൊണ്ടുവന്ന് അതിലായിരുന്നു തങ്കയങ്കി കൊണ്ടുപോയിരുന്നത്. സ്വന്തം കയ്യാൽ രഥമൊരുക്കി എഴുന്നള്ളിക്കാൻ തങ്കപ്പനാചാരിക്ക് ഇങ്ങനെ ഒരു രഥമൊരുക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചത് ഒരിക്കൽ തിരുനക്കര ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ നിന്നും രാത്രി ജീപ്പ് മോഷണം പോയി. പിറ്റേന്ന് പുലർച്ചെ രഥമൊരുക്കി തങ്കയങ്കി കൊണ്ടുപോകാനായി ജീപ്പ് ആറന്മുളയിൽ എത്തിക്കണമായിരുന്നു. മനമൊരുകി
ഭഗവാനെ പ്രാർത്ഥിച്ച തങ്കപ്പനാചാരി ജീപ്പ് തിരികെ കിട്ടിയാൽ വീട്ടിൽ വെച്ചു തന്നെ സ്വന്തമായി രഥം തയ്യാർ ചെയ്ത് ഇനി മുതൽ എത്തിക്കാമെന്ന് ഉണർത്തിച്ചു. അത്ഭുതമെന്ന പോലെ പുലർച്ചയ്ക്കു മുമ്പായി കഞ്ഞിക്കുഴിക്ക് സമീപത്തു നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ജീപ്പ് കണ്ടെത്തി. വീട് പണിക്ക് സൂക്ഷിച്ചിരുന്ന തടി കൊണ്ട് ക്ഷേത്ര മാതൃകയിൽ തന്നെ രഥമൊരുക്കി അത് തെളിച്ച് ഇന്നും തങ്കപ്പനാചാരി തേരാളിയാകുന്നു. മണ്ഡലപൂജയുടെ 2 നാൾ മുമ്പാണ് രാവിലെ 6:30 തങ്കയങ്കി രഥയാത്ര പുറപ്പെടുന്നത്. വഴി നീളെ നിറപറയും ആരതിയും വാദ്യമേളവും വെടിക്കെട്ടും അന്നദാനവുമായി ഭക്തർ തങ്കയങ്കി രഥയാത്രയെ സ്വീകരിക്കുന്നു. പമ്പയിൽ നിന്നും 3 പുറപ്പെട്ട് 5 ശരംകുത്തിയിൽ എത്തുന്ന തങ്കയങ്കി ഘോഷയാത്ര ദേവസ്വം അധികൃതർ സന്നിധാനത്തിലേക്ക് സ്വീകരിച്ചാനയിക്കും. തുടർന്നാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ. എരുമേലി പേട്ടത്തുള്ളലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ശബരിമല ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി അനുഷ്ഠിക്കുന്ന ആനന്ദ നൃത്തമാണ് എരുമേലി പേട്ടത്തുള്ളൽ. മണ്ഡല മകരവിളക്കുകാലത്ത് കോട്ടയം ജില്ലയിലെ എരുമേലി പട്ടണത്തിലാണ് ഈ അനുഷ്ഠാനം നടക്കുന്നത്. ശബരിമലയിൽ ആദ്യമായി വരുന്ന അയ്യപ്പ ഭക്തന്മാർ ഈ കന്നിസ്വാമിമാരാണ് പേട്ടതുള്ളുക. മുഖത്ത് ചായം തേച്ച് തടി കൊണ്ടുള്ള ആയുധങ്ങളുമായി നൃത്തം ചവിട്ടുന്ന ചടങ്ങാണ് പേട്ടതുള്ളൽ. ഈ പ്രാർത്ഥനയുടെ അർത്ഥം അഹന്തയെ വെടിഞ്ഞ് ഭഗവാനിൽ അടിയറവ് വയ്ക്കുക എന്നതാണ്. പേട്ടതുള്ളുന്നവർ ക്ഷേത്രത്തിനും വാവര് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു. പിന്നീട് ഇവർ നദിയിൽ പോയി കുളിക്കുന്നു. കുളി കഴിഞ്ഞ ശേഷം ഭക്തർ വീണ്ടും ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനിൽ നിന്നും ശബരിമല കയറാനുള്ള അനുവാദം വാങ്ങുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് നട അടയ്ക്കുന്നതിന് മുൻപായി ഹരിവരാസനം പാടുന്നതിനെ കുറിച്ചാണ്. ശബരിമലയിൽ അത്താഴപൂജയ്ക്ക് ശേഷം നട അടയ്ക്കുന്നതിന് മുമ്പ് ആലപിക്കുന്ന കീർത്തനമാണ് ഹരിവരാസനം. ഭക്തർക്കുള്ള ദർശനത്തിന് ശേഷം ഭഗവാന് പള്ളിയുറക്കാനുള്ള ഒരു ഗീതമാണ് ഇതെന്നാണ് വിശ്വാസം. കുമ്പക്കുടി കുളത്തൂർ സുന്ദരേശയ്യർ ആണ് ഈ ഉറക്കുപാട്ട് എഴുതിയത്. ഈ രചനയിൽ 352 അക്ഷരങ്ങളും 108 വാക്കുകളും 32 വരികളുമുണ്ട്. 1950 വൻ തീപിടുത്തത്തിന് ശേഷം പുനഃപ്രതിഷ്ഠ നടത്തിയ ദിവസമാണ് ആദ്യം ഈ ഗാനം ആലപിച്ചത്. ക്ഷേത്രനട അടയ്ക്കുന്നതിന് മുന്നോടിയായി തന്ത്രിയും ശാന്തിക്കാരും വിഗ്രഹത്തിൻ്റെ ഇരുപുറത്തുമായി ഇരിക്കും. തുടർന്ന് പാട്ടിൻ്റെ ഓരോ വരിയും അവസാനിക്കുന്നതിന് അനുസരിച്ച് വിഗ്രഹത്തിൻ്റെ ഇടതുഭാഗത്തെ ഓരോ വിളക്കും അടച്ചുകൊണ്ടിരിക്കും. അവസാനം വിഗ്രഹത്തിൻ്റെ വലത്തുഭാഗത്തെ വലിയ വിളക്കും അണച്ച ശേഷം തന്ത്രിയും ശാന്തിക്കാരും പുറത്തിറങ്ങും. ഇനി ഞാൻ പറയാൻ പോകുന്നത് മകരസംക്രമ പൂജയെക്കുറിച്ചാണ്. ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായണത്തിലേക്കുള്ള തുടക്കം കുറിച്ച് സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് മാറുന്ന സംക്രമവേളയിലാണ് മകരസംക്രമ പൂജ. സൂര്യൻ രാശി മാറുന്ന മുഹൂർത്തത്തിൽ സംക്രമാഭിഷേകം നടക്കും. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കവടിയാർ കൊട്ടാരത്തിൽ നിന്നും പ്രത്യേക ദൂതൻ വഴി കൊണ്ടുവരുന്ന നെയ്യാണ് സംക്രമവേളയിൽ അഭിഷേകം ചെയ്യുന്നത്. ഭഗവാന്റെ എഴുന്നള്ളത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. മകരജ്യോതിക്ക് ശേഷം രാത്രിയിൽ ഭഗവാനെ ആനപ്പുറത്ത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മണിമണ്ഡപത്തിൽ നിന്നും 18-ാം പടിയിലേക്ക് ആനയിക്കുന്നു. അവിടെ നിന്നും ദേവിയെ തിരിച്ചെഴുന്നള്ളിക്കുന്നതോടെ മകരവിളക്ക് ഉത്സവത്തിന് തുടക്കമാകുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് മകരജ്യോതിയെക്കുറിച്ചാണ്. ശബരിമലയുടെ മൂലസ്ഥാനം
പൊന്നമ്പലമേട്ടിലായിരുന്നു എന്നൊരു വിശ്വാസമുണ്ട്. ശബരിമലയിൽ നിന്നും ഏകദേശം 10-16 കിലോമീറ്റർ ദൂരമുള്ള പൊന്നമ്പലമേട്ടിൽ പരശുരാമൻ സ്ഥാപിച്ച മറ്റൊരു ക്ഷേത്രമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവിടെയുള്ള ജ്യോതിമണ്ഡപത്തിൽ വനദേവതമാർ മകരസംക്രമ ദിവസം ദീപാരാധന നടത്തുന്നതാണ് മകരജ്യോതിയായി കണ്ടിരുന്നതെന്നും കൂടാതെ അവിടുത്തെ മലവേടന്മാരുടെ ആഘോഷവേളയിൽ കത്തിച്ചിരുന്ന കർപ്പൂരമാണ് മകരജ്യോതി എന്ന് പറയുന്നതെന്നും അതല്ല ദേവസ്വം ബോർഡ് ജീവനക്കാരും അയ്യപ്പ സേവാ സംഘവും ചേർന്ന് പോലീസ് സംരക്ഷണയിൽ പൊന്നമ്പലമേട്ടിൽ കർപ്പൂരം കത്തിക്കുന്നതാണെന്നാണ് മറ്റൊരു വിശ്വാസം. മകരസംക്രമ ദിനത്തിലാണ് ഉത്തരായണപ്പിറവി. പൊന്നമ്പലമേട്ടിൽ ഉള്ള ക്ഷേത്രത്തിൻ്റെ മുകളിൽ തെളിഞ്ഞു കത്തിയിരുന്ന നക്ഷത്രമാണ് മകരജ്യോതി എന്ന അഭിപ്രായവുമുണ്ട്. ഉരുതിയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. മകരവിളക്ക് ഉത്സവം തുടങ്ങി 7-ാം ദിവസം രാത്രി മാളികപ്പുറത്തെ മണിമണ്ഡപത്തിനു മുൻപിൽ കുരുത്തോലകളും പൂക്കളും കൊണ്ട് അലങ്കരിച്ച് ഗുരുതിക്കളം ഒരുക്കും. കത്തിയെരിയുന്ന പന്തങ്ങളെ സാക്ഷിയാക്കി ഗുരുതിക്കുറുപ്പ് കുമ്പളങ്ങ മുറിച്ച് ചുണ്ണാമ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉണ്ടാക്കിയ നീളം മലദേവതകൾക്ക് തൂകുന്നതാണ് ഗുരുതിയുടെ ചടങ്ങ്. ഭഗവാന് ചാർത്തിയിരുന്ന തിരുവാഭരണങ്ങൾ രാജപ്രതിനിധിയെ തിരിച്ചേൽപ്പിക്കുന്ന പുലർച്ചെ നട തുറന്ന് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം നടക്കും. ആ ദിവസം തീർത്ഥാടകർക്ക് ദർശനമില്ല. 6 മണിയോടെ രാജപ്രതിനിധി എത്തും. അതിനു മുൻപേ തിരുവാഭരണ ഘോഷയാത്ര 18-ാം പടി ഇറങ്ങും. തുടർന്ന് പന്തളം തമ്പുരാൻ ദർശനം നടത്തും. ഈ സമയം രാജപ്രതിനിധി അല്ലാതെ മറ്റാരും സോപാനത്തിൽ ഉണ്ടാകില്ല. പന്തളം തമ്പുരാൻ ദർശനം നടത്തിയ ശേഷം മേൽശാന്തി നട അടച്ച് ശ്രീകോവിലിൻ്റെ താക്കോൽ രാജപ്രതിനിധിയെ ഏൽപ്പിക്കും. രാജപ്രതിനിധി 18-ാം പടി ഇറങ്ങും. തുടർന്ന് അടുത്ത ഒരു വർഷത്തെ പൂജകൾക്കായി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് താക്കോൽ കൈമാറുന്നതോടെ മണ്ഡല മകരവിളക്ക് ഉത്സവം സമാപിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.